ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊരു സന്തോഷകാര്യം കൂടെ പറയാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ കാലത്തിന് ശേഷം അങ്ങനെ കേരളത്തിൽ നമ്മുടെ KTM ഒരു റൈഡ് കണ്ടക്ട് ചെയ്യാനാണ്. പ്രോ ഗേറ്റ്വേ എന്നാണ് ആ ഒരു റൈഡിൻ്റെ പേര്. അപ്പോൾ 250cc to 390cc വരെയുള്ള വണ്ടികൾക്കാണ് ആ ഒരു റൈഡ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഗൈസ് എന്താ പറയുക, നമ്മളെ അവരുടെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിക്കാണ് കേട്ടോ ഞാനിത് പോകുന്നത്. അപ്പോൾ നേരെ ഇപ്പോൾ വിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റിലെ KTM ഷോറൂമിലാണ്. KTM ഇന്ത്യ ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സോ എന്താ പറയുക, അപ്പം നമ്മളെ അങ്ങനെ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചതിലുള്ളൊരു സന്തോഷം നിങ്ങളോടുമാണ് ഞാൻ ഫസ്റ്റ് പറയാനായിട്ട്. കാരണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കിട്ടിയത്. സോ ഗൈസ്, നമ്മളങ്ങനെ വൈറ്റിലെ KTM ഷോറൂമിലെത്തി. നമ്മുടെ ഫെലോ റൈഡേഴ്സ് നമുക്ക് ഇവിടെ കാണാമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് കവർ റൈഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ ഹെൽത്ത് ഇത്തിരി പോരാ, വീക്കാണ്. എന്നേതായാലും വരേണ്ടി വന്നു കൊടുക്കും. വിഷ്ണു അപ്പോൾ നമ്മുടെ ആൾക്കാരിവിടെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ പേര് പ്രോ ഗെറ്റ്വേസ് എന്നാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ പോണ വണ്ടികളെല്ലാം അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം കറക്റ്റ് ടൈമാണ് കേട്ടോ. 7:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഏകദേശം ഒരു 11 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി എന്താ പറയുക, അപ്പം ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും റെഡി ആവുകയാണ്. അപ്പം എന്താ പറയുക, ഞാനാണ് ഇപ്രാവശ്യം ലീഡ് ചെയ്യാൻ പോണത്. അപ്പോൾ മാപ്പൊക്കെ ഇട്ട് നേരെ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ റൈഡേഴ്സ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് നേരെ റൈഡിലേക്ക് കിടക്കാം. യെസ്, യെസ്. അപ്പോൾ നമ്മൾ റൈഡിന് മുന്നേ ജസ്റ്റ് നമ്മുടെ എയറും കാര്യങ്ങളെല്ലാം ഒന്ന് പെർഫെക്റ്റ് ആക്കുവാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കൂടെ ഒരു 12 റൈഡേഴ്സോളം ഉണ്ട്. അതുപോലെ തന്നെ KTMൻ്റെ ഒരു ഈവൻറ്റ് ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു ആംബുലൻസും നമ്മുടെ കൂടെ കാണാം. നമ്മുടെ മെയിൻ പ്രോ റൈഡർ മിസ്റ്റർ ആൽബിനാണ് കേട്ടത്. അപ്പം ആംബുലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഏകദേശം ഒരു 90 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചാണ്. അപ്പം അതുവരെ എല്ലാവരും അവിടെ വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ റോട്ടിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ വൈറ്റില ടൗണിൽ നിന്ന് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ ഈവൻറ്റ് ലീഡ് ചെയ്യുകയാണ് കേട്ടോ. മച്ചാന്മാരെ, ഇനി അങ്ങോട്ട് ഏകദേശം ഒരു 50 കിലോമീറ്ററൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക്. നമ്മുടെ മിററിലൂടെ കാണാൻ നിങ്ങൾക്ക് പുറകിലിങ്ങനെ ആൾക്കാർ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റൈഡിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പുറകിൽ ആൾക്കാർ ഉണ്ടോ എന്നും കൂടി നോക്കണം. അപ്പം എന്തായാലും ഇതൊരു എന്താ പറയുക, ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ആകുമ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോകുന്ന പോലെ അത്ര ഒരു കാഷ്വൽ വേയിൽ പോകാൻ പറ്റില്ല. ലൈക്ക് എല്ലാവരും ഉണ്ടോയെന്നൊക്കെ ഒരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി അവർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വേണം പോകാനായിട്ട്. എനിവേ, സോ ഫാർ സോ ഗുഡ്. ലൈക്ക് ഇത്രയും നേരം നമ്മൾ പോകുന്നു, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പോരുന്നുണ്ട്. വേറെ പ്രോബ്ലംസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 90 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചാണ്. സോ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 90 കിലോമീറ്റർ ഇപ്പം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ ഇത് പിന്നെ KTM ബൈക്കാണല്ലോ. അതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രോബ്ലം ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ബൈക്ക് പിന്നെ ആൾക്കാരൊക്കെ പുതിയ റൈഡേഴ്സാണ് കേട്ടോ. കൂടുതലും പുതിയതായിട്ട് ആദ്യമായിട്ടൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ്. അപ്പം അവർക്കും ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞൊരു ത്രില്ലായിരിക്കും. അപ്പോൾ ഞാനൊക്കെ വണ്ടി എടുത്ത സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി നിർത്തരുത്, ഇനി വീടെത്തിയാലും വിചാരിക്കുമോ ഇനി കുറച്ച് നേരം കൂടെ ഓടിച്ചേക്കാം, അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. സോ ഒരിക്കലും പിള്ളേരൊന്നും ആരും ബോറടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം എന്തായാലും നമ്മളിന്ന് പരുന്താംപാറയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മൾ പണ്ടൊരു വ്ളോഗ് ചെയ്ത ഒരു സ്ഥലമുണ്ടായി, പരുന്താംപാറ തന്നെ അകത്തേക്ക് കയറി പോകാൻ പറ്റുന്ന ആ മലയുടെ മുകളിലേക്ക്. അപ്പോൾ അങ്ങോട്ടും കൂടെ ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് കയറി പോകണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. ബട്ട് ഉറപ്പില്ല എന്താ പറയുക, കയറി പോകാൻ പറ്റുമില്ല എന്നുള്ള കാര്യത്തിൽ. എന്തായാലും അതും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പരുന്താംപാറയിലേക്ക് വിടാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഹോട്ടൽ എത്താറായിട്ടോ. ഇതാണ് ഹോട്ടൽ വഴിയോരം. നമ്മുടെ വണ്ടിയെല്ലാം നമ്മൾ പാർക്ക് ചെയ്യാൻ സമയമായിരിക്കുന്നു.
അപ്പോൾ അതൊക്കെ ഇരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രെയിൻ ഈയോരം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പം ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താ പറയുക ഫുഡും കാര്യങ്ങളെല്ലാം ഇവർ തന്നെയാണ് KTM തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തത്. അപ്പം ഈ ഹോട്ടലിൽ ചേട്ടൻ പറഞ്ഞ് ജാക്കറ്റൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കാൻ എല്ലാവരും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യും മക്കളേന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെല്ലാവരും എന്താ അവിടെ ലൈനപ്പായിട്ടുണ്ട്. അപ്പോൾ പോവാം. കിടിലൻ വ്യൂ കേട്ടോ. കിടിലൻ വ്യൂ യെസ്, കിടിലൻ, ഒരു രക്ഷയില്ല കേട്ടോ. താഴേക്ക് മണ്ണിടിഞ്ഞ് പോകാൻ തോന്നുന്നു. ആ ഒരു സംഭവം കുമളിക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്. മുകളിലൊരു ഭീകര മൗണ്ടൻ. പിന്നെ ആ ഒരു മഴക്കാലം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഉരുള് പൊട്ടിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് മലയുടെ മുകളിൽ നിന്ന്. മൊത്തത്തിലൊരു കിടു വൈബാണ്. ഇതുണ്ടോ, എന്താണ് ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര. കിടിലൻ വാട്ടർഫാളാട്ടോ മുന്നിൽ കാണുന്നത്. എല്ലാവർക്കും കൂടെ വണ്ടി ഇവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്താൽ വേറെ ലെവലായിരിക്കും. എല്ലാവരും കൂടെ വണ്ടി വെച്ചൊരു ഫോട്ടോ എടുത്ത അടിപൊളിയായിരുന്നല്ലേ. അയ്യോ എടാ എടാ പോട്ടെ 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 എടാ എടാ പോട്ടെ പോട്ടെ. വെറുതെ അമ്മയുടെ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പരുന്താംപാറ എത്താറായിട്ടോ. അപ്പം ലാസ്റ്റ് ടൈം നമ്മളിവിടെ വന്നപ്പോൾ ഈ റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ടാറിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഒരു പൊളി വൈബ്. നമ്മുടെ ടീംസ് എല്ലാം വരുന്ന കാണാൻ തന്നെ രസമാണ് കേട്ടോ. വരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അവരെല്ലാം. റോട്ടിലിങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് സാധനം വാങ്ങിക്കുന്ന. അപ്പോൾ നമ്മൾ കയറേണ്ട സ്ഥലം എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ശരിക്കും കയറി പോകാമായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ പുതിയ ആൾക്കാരുണ്ട്. അപ്പം പിന്നെ എല്ലാവരും തിരിച്ചു പോകാനുള്ളൊരു പ്ലാനിലാണ്. മതി. അപ്പോൾ നമ്മുടെ KTM നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്ന റിസോർട്ടിൽ നമ്മളെത്തി. അയ്യോ പോലീസുകാരോ. നല്ല കണിയാണല്ലോ. നമ്മുടെ മച്ചന്മാർ ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങിയിട്ടാ. അപ്പം താഴേക്ക് ആരും ഇറക്കാൻ റെഡിയാവുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളവിടെ പോയാലും ഒരു
ട്രാക്കിലേക്ക് ഇറക്കണമല്ലോ, അതാണല്ലോ ശീലം. സോ ഞാൻ തന്നെ അങ്ങോട്ട് ഇറക്കാൻ തീരുമാനിച്ച്. വൃത്തിയായിട്ട് സാധനം. എന്താ അവസ്ഥ നോക്കട്ടെ ഏട്ടാ. ഓ കുറേ മീനുണ്ടല്ലോ ഇതിൻ്റെ അത്. പാറി ഓക്കെ. അത് സീനൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. റൈഡ്സൊക്കെ പോകാറുണ്ട്, പക്ഷേ ഒഫീഷ്യലി ഫസ്റ്റ് ടൈം മോട്ടോ ക്രോസ് ഓഫ് റോഡ് അങ്ങനെ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല, നിലവിലില്ല. നമുക്ക് പറയാനായിട്ട് എക്സ്പേർട്സൊക്കെ ഉള്ളൂ ആ ഒരു ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിൽ. എനിക്ക് ഏറ്റവും കുറേ ഈ പറഞ്ഞ സെയിം വൈബുള്ള ആൾക്കാരൊക്കെ. ഞാൻ ബേസിക്കലി കോഴിക്കോടായിരുന്നു കുറേ വർഷമായിരുന്നു, ഒരു 5-6 വർഷമായിട്ട് കോഴിക്കോടായിരുന്നു. ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വന്നിട്ട് ഒരു 6 മാസമായിട്ട്. ഇതിന് മുന്നേ വർക്ക് ചെയ്ത് ഹിന്ദു ന്യൂസ് പേപ്പറിലായിരുന്നു. എൻ്റെ കുറേ കയറി ഞാനാണ് അയാൾ ഇങ്ങനെ കെട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുഖം റോഡും കണ്ടു. ഞാൻ എൻ്റെ ഫോണിനെ ഇയാൾ ഒന്നും മേടിക്കണ്ട. അത് ഇപ്പോൾ പുള്ളി 6-ാം തീയതി കേട്ടോ. അതായത് ഒരു വണ്ടി ഡെവലപ്മെൻറ്റ് ഒഫീഷ്യലി ഡെവലപ്മെൻറ്റ് എല്ലാ വണ്ടിയുടെയും ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു റിസർച്ചിലുള്ള ആളാണ്. ഇന്ത്യയിൽ വരുന്ന വണ്ടിയും എല്ലാം അതിലുള്ള ആളാണ് പുള്ളി. പുള്ളിങ്ങനെ പറഞ്ഞ് പുള്ളിക്ക് ഭയങ്കര അടിപൊളി കേട്ടോ. ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ ഭയങ്കര വേറെ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. പഴയ നമ്മുടെ ഇന്ത്യൻ ടീമിനോടൊക്കെ ഉള്ള നമ്മളൊരു ആരാധന. സച്ചിൻ ചാനലിലേക്ക് കളിച്ചോണ്ടെന്ന് നമ്മൾ ഇന്ത്യയുടെ കളി കാണാൻ പോയി. അതുപോലെയാണ് നമ്മൾ മോട്ടോ GP കാണാൻ പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മോട്ടോ GP നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാഷനാണ്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ കുറച്ച് പേര് ഓക്കെ എടാ. അപ്പോൾ ഒരിക്കൽ ശരി, ഒരിക്കൽ കൂടി ബൈ ബൈ. നീ വരുന്നില്ലേ? അതെ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് പേര് കൈലാസേരി, ബാക്കി എല്ലാവരും തിരിച്ചു പോകണം. ഓക്കെ. അപ്പോൾ മച്ചന്മാരെ എന്തായാലും ഇവിടെ വന്നാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ പഴയ കൈലാസഗിരിയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവരാരും അവിടെ പോയിട്ടില്ല. അപ്പോൾ മച്ചാന്മാരെ ആ ഒരു സ്ഥലം കൂടെ കാണിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനും കൂടെ ചെയ്ത് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകും. വേറെ സൈഡൊന്നും കയറുന്നില്ല. അപ്പം ലെറ്റ്സ് ഗോ. കുഴി പോയാ എടാ, ഈ സൈഡ് തന്നെ പിടിച്ചാൽ മതി. ഇത് കയറുന്നില്ലടാ. ഓക്കെ, പൊറോട്ട ഇങ്ങോട്ട്. പൊറോട്ട എടുത്തേ. നീ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഇപ്പുറത്തേക്ക് ഓടിക്കുക. ഓക്കെ ഫൈൻ. ഇനി ഇങ്ങോട്ട് ഓടിച്ചെടുത്തോ. ഒരു മിനിറ്റ്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അയ്യോ കയറി വരുന്നേ. അല്ല നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് വണ്ടി ഓണാക്കി ഇങ്ങോട്ട് കയറ്റിക്കേ. പോട്ടെ. അതെ, നമ്മൾ വീണ്ടും നമ്മുടെ കൈലാസഗിരിയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ വണ്ടി ഇവിടെ ഉണ്ട്. അങ്ങ് ദൂരെ കാണുന്നതാണ് മനോഹരമായ കൈലാസഗിരി.
അപ്പം നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ ഒരു ഫസ്റ്റ് ടൈം റൈഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവരിങ്ങനെ മുകളിലേക്ക് കയറ്റിയില്ല. അപ്പം ഞാൻ മാത്രമാണ് ഒരു രസത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. അപ്പം അമ്മരെല്ലാം അങ്ങ് താഴെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പതുക്കെ ഇറങ്ങാൻ പോവാണ്. കുറച്ച് സ്റ്റീപ്പ് ഇറക്കമാണ് കേട്ടോ. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. എന്താവും നോക്കാം നമുക്ക്. അത്യാവശ്യം തെന്നി കിടക്കണ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും യു ടേൺ അടിച്ചോളൂ. അപ്പോൾ മറ്റേ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നമ്മുടെ ഇതുപോലെ ഒരു ഒഫീഷ്യൽ ഈവൻറ്റിൽ ഒരു ഗസ്റ്റായിട്ട് പോവുക, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക പിള്ളേരുടെ അടുത്ത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സംഭവം കീടുമായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ അതിൽ കുറച്ച് പേര് തിരിച്ചുപോയി. അതുപോലെ ഇവരെൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആസ് യൂഷ്വൽ കുറച്ച് വെറുതെ അതിലേക്ക് കയറിയിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെല്ലാവരും കൂടെ നേരെ കൊച്ചിയിലേക്ക് പോവാണ്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരം നന്ദി. അപ്പോൾ മച്ചന്മാർ നമ്മൾ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ ബൈ.